ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് മഷി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ വെള്ളത്തിലേക്ക് ആ മഷി അങ്ങോട്ട് അലിഞ്ഞു ചേരും അല്ലേ? അതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നതും. പാടെ അതിനെ ഇല്ലാണ്ടാക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല കേട്ടോ. കാരണം നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നമ്മളോട് കൂടെ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്ന് തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് പാടെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാനും ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ? നമ്മുടെ ഇമോഷൻസ് എന്തായിക്കോട്ടെ, ദേഷ്യം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉള്ളവർ തന്നെയാണ് നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു പരിധി വരെ നമുക്കതിനെ നിയന്ത്രിച്ചിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൈകളിൽ നിയന്ത്രിച്ച് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അമിതമായിട്ട് ദേഷ്യം വരികയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ടെൻഷൻസ് നിങ്ങൾ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ പറ്റും അല്ലേ? നിങ്ങളുടെ വിഷമങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെ നിങ്ങൾക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ, ഹാപ്പി മൂഡിലേക്ക് വരാനായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തന്നെ സാധിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൺട്രോളിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അതിനെ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിയൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് സ്മൂത്തായിട്ട് പോകാനായിട്ട് സാധിക്കും. പ്രശ്നങ്ങൾ എന്തായാലും വരും അല്ല, ലൈഫാണ്, എന്തായാലും പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ലൈഫിനെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സോ ഹാപ്പി ലൈഫ്, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ആൻഡ് ടേക്ക് കെയർ. ബൈ.